കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിന് നൽകിയ കുറ്റാരോപണ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചാർജ് നോട്ടീസിന്മേലുള്ള തുടർ നടപടികളും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞു. മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ താൽക്കാലിക രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിന് നൽകിയ ചാർജ് മെമ്മോയും തുടർ നടപടികളും കോടതി സ്റ്റേ ചെയ്തു. സർവകലാശാല ചട്ടപ്രകാരം തനിക്ക് ചാർജ് മെമ്മോ നൽകാൻ VCക്ക് അധികാരമില്ലെന്നാണ് അനിൽകുമാർ കോടതിയിൽ വാദിച്ചത്. രജിസ്ട്രാറായി തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്. അതിനാൽ തനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും സിൻഡിക്കേറ്റിനാണ് അധികാരമെന്നും അനിൽകുമാർ കോടതിയെ അറിയിച്ചു. ഈ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ RSSന്റെ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്ന് രജിസ്ട്രാർ പരിപാടി റദ്ദാക്കിയിരുന്നു. ഇത് സംഘപരിവാറിനെയും സഹയാത്രികനായ VCയെയും പ്രകോപിപ്പിച്ചു. KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത മോഹൻ കുന്നുമ്മൽ ചാർജ് മെമ്മോയും നൽകി. തുടർന്നാണ് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കുറ്റാരോപണ നോട്ടീസ് നൽകിയതിൽ VCയോട് വിശദീകരണം നൽകാനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സസ്പെൻഷൻ നടപടി സർവകലാശാല സിൻഡിക്കേറ്റ് പിന്നീട് റദ്ദാക്കിയിരുന്നു. താൽക്കാലിക രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാർ പിന്നീട് മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട DB കോളേജിലേക്ക് മടങ്ങിപ്പോയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.